പ്പോഴേ ഞാൻ കുറച്ച് നേരത്തെ വരാൻ പറ്റി. വേണ്ടത്ര ആരും വാമപ്പ് ഇല്ല എന്നുള്ളൊരു കാര്യം യാഥാർത്ഥ്യമാണ്. നിങ്ങൾ വീട്ടിൽ നിന്ന് നടന്നു വരികയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇവിടെ വന്ന് നേരെ നമ്മളെ എക്സസൈസിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് ആവില്ല നമുക്ക് കിട്ടാൻ പോകും. അപ്പോൾ എന്തായാലും ഒരു 10 മിനിറ്റെങ്കിലും നിർബന്ധമായിട്ട് എക്സസൈസ് നിർബന്ധമാണ്. അല്ലെ ഒന്ന് വാമ ആവാൻ വേണ്ടിയിട്ട് നടക്കുകയോ ഓടുകയോ നിങ്ങൾക്ക് എന്താ ചെയ്യുമ്പോൾ നമ്മളെ അമീർ സാറൊക്കെ വേറെ തന്നെ എക്സസൈസ് ചെയ്യുന്നുണ്ട്. അത് എന്തും നിങ്ങൾക്ക് ഏറ്റെടുത്തിട്ട് ആ ഒരു സമയം വരെ നിർബന്ധമായിട്ടും അത് ചെയ്യേണ്ടത്. പിന്നെ ഇതിൽ 2-3 കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചത്, എല്ലാവരും ഉഷാറായിട്ട് ചെയ്യുന്നുണ്ട്, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഒരു ഇപ്പോൾ ഫ്രണ്ട്സി ഹാൻഡ് ആണെങ്കിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ സാധനം മേലോട്ട് പോകാൻ 3 സെക്കൻഡാണ്, പക്ഷേ താഴോട്ട് വരുന്നത് 6 സെക്കൻഡാണ്. പെട്ടെന്ന് കൊണ്ടുപോയിട്ട് ഇവിടുന്ന് ടക്ക് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ പാടില്ല. മനസ്സിലായല്ലോ? ഞാനിതിൽ കണ്ടൊരു വലിയ പ്രത്യേകത ഇപ്പോൾ എനിക്ക് തോന്നിയത് അതാണ്. നമ്മൾ പറഞ്ഞു തരാത്തതിൻ്റെ ഒരു പ്രശ്നം തന്നെ ആയിരിക്കാം. അത് ഞാൻ അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. നേരെ ഈ സ്പീഡ് താഴോട്ട് വരുമ്പോഴില്ല, അതിൻ്റെ നേരെ ഇരട്ടി സമയം എടുത്തിട്ടാണ് ഈ സാധനം ചെയ്തത്. അതെല്ലാം അങ്ങനെ തന്നെ, മേലോട്ട് പോകുന്നതാണെങ്കിലും ഇൻഡെക്സ് ലോക്ക് ആണെങ്കിലും. പിന്നെ രണ്ടാമത്തെ ഒന്ന് ശ്രദ്ധിക്കാം, നമ്മൾ ഈ സാധനം കൊണ്ടുപോയിട്ട് ഇങ്ങനെ വളയ്ക്കുകയും ചെയ്യരുത്. നേരെ ശരീരം നിർത്തിയിട്ടാണ് കേട്ടോ, ഇങ്ങോട്ട് വളയ്ക്കാനേ പാടില്ല. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ചെയ്യാം. ഇതേപോലെ 6 സെക്കൻഡ് എടുത്തിട്ട് താഴ്ത്തിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ടക്ക് പറഞ്ഞിട്ട് സാധനം ഇട്ട് പോരരുത്. ഈ ചെയ്യുന്നതൊക്കെ അങ്ങനെയാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളൂ. അതേമാതിരി ഫേസ് മസാജിൽ ശ്രദ്ധിച്ച ഒരു കാര്യം, നമ്മളെന്തായാലും ഈ ലീഡേഴ്സൊക്കെ വേറെ യൂണിറ്റിൽ നിന്ന് ആളുകൾ വരികയും ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് അത് അപ്പോഴത്തേക്ക് നമ്മളൊന്ന് റെഡിയാവുണ്ട്. അപ്പം ഫേസ് മസാജ് ചെയ്യേണ്ടത് ശരിക്കും നമ്മൾ കൈകൾ ഈ വിരലുകൾ മുഴുവൻ ചേർത്ത് വെക്കണം, എന്നിട്ട് എല്ലാം ഒരുമിച്ച് ചൂടാവും. എന്നിട്ട് ഈ സാധനം ഈ ചൂട് കണ്ണിൻ്റെ പോളകൾക്ക് ഈ ചൂട് കൊടുത്തിട്ട് മുഖത്തിനോട് നേരെ ഈ നടുവിരലിൽ കൊണ്ടുവന്നിട്ട് ഈ കൺകുഴിയിൽ തടവ്, നേരെ താഴോട്ട് മുഖം ഒഴിയാനേ പാടില്ല. നേരെ കൺകുഴിയിൽ തടവിയിട്ട് മേലോട്ടാണ് ഒഴിയേണ്ടത്. ഇവിടെ വരുന്നു അതേപോലെ തന്നെ ഈ കൺകുഴിയിൽ ഈ സാധനം തടവി മേലോട്ടാണ് ഒഴിയേണ്ടത്. ഒരിക്കലും കീപ്പിട്ട് ആരും ഒഴിയണില്ല. മനസ്സിലായില്ലേ? ഫസ്റ്റിൽ തന്നെ ഈ സാധനം കൊടുത്തു, കൺപോളകൾക്ക് വന്നു, നേരെ കൈ താഴ്ത്തി കൊണ്ടുവന്ന് ഈ കൺകുഴിയിൽ തടവിയിട്ട് മേലോട്ട് ഒഴിയും. ഇത്രയുള്ള നമ്മൾ ശ്രദ്ധിക്കാൻ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. എല്ലാവരും ഉഷാറായിട്ട് ചെയ്യുന്നു.